മെക് പോയിൻ്റ് കേരള PSC ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ. ഉടനെ കേരള PSCയുടെ എക്സാം വരുന്നുണ്ട്. അത് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ്. അതുപോലെ തന്നെ ട്രാവൻകൂർ ടൈറ്റാനിയം അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്കും വേണ്ട ആവശ്യമായിട്ടുള്ളൊരു പോർഷനാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വെൽഡിങ്ങിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിക്വയർസ് ബയർ മെറ്റൽ ഇലക്ട്രോഡ് ആൻഡ് ഗ്രാനുലാർ ഫ്ലക്സ്? ഏത് വെൽഡിംഗ് പ്രോസസ്സിലാണ് ബയർ മെറ്റൽ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഗ്രാനുലാർ ഫ്ലക്സ് യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സബ്മർജ്ഡ് ആർക്ക് വെൽഡിങ്ങിലാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്പോട്ട് വെൽഡിംഗ്, സീം വെൽഡിംഗ് ആർ എക്സാമ്പിൾസ് ഫോർ. ഈ രണ്ട് വെൽഡിംഗ് പ്രോസസ് എന്ത് ടൈപ്പ് വെൽഡിങ്ങിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദിസ് ഈസ് ആക്ച്വലി ആൻ എക്സാമ്പിൾസ് ഫോർ റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണ്. നമുക്കറിയാം ഒരുപാട് റെസിസ്റ്റൻസ് വെൽഡിംഗ് പ്രോസസ്സുകളുണ്ട്. സ്പോട്ട് വെൽഡിംഗ്, സീം വെൽഡിംഗ്, അതുപോലെ തന്നെ പ്രൊജക്ഷൻ വെൽഡിംഗ്, ഫ്ലാഷ് ബഡ് വെൽഡിംഗ്, ഇതൊക്കെ റെസിസ്റ്റൻസ് വെൽഡിങ്ങിന് എക്സാമ്പിളാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ക്ലാസിഫൈഡ് അണ്ടർ. ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് വെൽഡിംഗ് ആണ്? അതിൻ്റെ ആൻസർ ഇലക്ട്രിക്കൽ ആർക്ക് വെൽഡിംഗ് എന്ന് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, റോളർ ടൈപ്പ് ഇലക്ട്രോഡ് യൂസ്ഡ് ഇൻ വിച്ച് വെൽഡിംഗ് പ്രോസസ്സ്? ഈ റോളർ ടൈപ്പ് ഇലക്ട്രോഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് സീം വെൽഡിംഗ് ആണ്. സീം വെൽഡിങ്ങിലാണ് നമ്മൾ റോളർ ടൈപ്പ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ വെൽഡിംഗ് ബ്രാസ് വിച്ച് ടൈപ്പ് ഓഫ് ഫ്ലെയിം ഈസ് യൂസ്ഡ്? നമുക്കറിയാം ഒരുപാട് ഗ്യാസ് വെൽഡിങ്ങിലാണ് നമ്മൾ ഫ്ലെയിംസ് യൂസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലെയിംസ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ന്യൂട്രൽ ഫ്ലെയിം ഉണ്ട്, അതുപോലെ തന്നെ കാർബറൈസിങ് ഫ്ലെയിം ഉണ്ട്, ഓക്സിഡൈസിങ് ഫ്ലെയിം ഉണ്ട്. ഇതിൽ ബ്രാസ് വെൽഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്സിഡൈസിങ് ഫ്ലെയിമാണ്. നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കാർബറൈസിങ് ഫ്ലെയിം എവിടെയാണ് യൂസ് ചെയ്യുന്നത്? അത് ഹൈ കാർബൺ സ്റ്റീൽ, സിമൻറ്റഡ് കാർബൈഡ്, സ്റ്റെലൈറ്റ്, അതായത് ഹാർഡ് സർഫസിങ് മെറ്റീരിയൽസിലാണ് നമ്മൾ കാർബറൈസിങ് ഫ്ലെയിം യൂസ് ചെയ്യുന്നത്. കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞപ്പോൾ അസറ്റ്ലീനും ഓക്സിജനും ഉണ്ടെങ്കിൽ അതിൽ അസറ്റ്ലീനിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അതിനെയാണ് നമ്മൾ കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. ഇത് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസിനെ, സർഫസ് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസിനെ കട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വെൽഡ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കോപ്പർ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ അസറ്റ്ലീൻ ഗ്യാസ് പൈപ്പിംഗ്. അസറ്റ്ലീൻ ഗ്യാസ് പൈപ്പിങ്ങിൽ കോപ്പർ യൂസ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം റിയാക്ഷൻ ആൻഡ് എക്സ്പ്ലോഷൻ ചാൻസ് ഉണ്ട്, റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അസറ്റ്ലീൻ കോപ്പറുമായിട്ട്. അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തത്. അവിടെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഗ്യാസ് വെൽഡിംഗ് വിച്ച് യൂസസ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്. ഏത് വെൽഡിങ്ങിനാണ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്? ഇതെല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ടങ്സ്റ്റൺ ഇനോഡ് ഗ്യാസ് വെൽഡിങ്ങിലാണ് നമ്മൾ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്. ഈ ടങ്സ്റ്റൺ ഇനോഡ് ഗ്യാസ് വെൽഡിങ്ങിന് നമ്മൾ വേറൊരു പേരും, ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇനോഡ് ഗ്യാസസ് എന്ന് പറയുന്നത് ഹീലിയം, ആർഗൺ ആണ്. അതുകൊണ്ട് ഇതിനെ ഹീലിയം വെൽഡിംഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഹീലിയം അല്ലെങ്കിൽ ആർഗൺ ഒക്കെയാണ് നമ്മൾ ഇനോഡ് ഗ്യാസായിട്ട് യൂസ് ചെയ്യുന്നത്. ദ ഇലക്ട്രോഡ് ടിപ്പ് ഡയമീറ്റർ ഇൻ എ സ്പോട്ട് വെൽഡിംഗ് ഷുഡ് ബി ഈക്വൽ ടു. ഇപ്പോൾ നമുക്കറിയാം തിക്നെസ് ഓഫ് ദ മെറ്റീരിയൽ T ആണെങ്കിൽ അതിൻ്റെ ടിപ്പിൻ്റെ ഇതെന്ന് പറയുന്നത് 6√T ആയിരിക്കും. T എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദി മെറ്റീരിയലാണ്. നമ്മൾ വെൽഡ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ തിക്നെസ് ആണ് T എങ്കിൽ അതിൻ്റെ ഇലക്ട്രോഡിൻ്റെ ടിപ്പ് ഡയമീറ്റർ എന്ന് പറയുന്നത് 6√T ആയിരിക്കും. പത്താമത്തെ ക്വസ്റ്റ്യൻ, ദ കറണ്ട് ഇൻ ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിംഗ് ക്യാൻ ബി റെഗുലേറ്റഡ് ബൈ ചേഞ്ചിങ് ദ പ്രൈമറി ടേൺസ് ഓഫ് ദി ട്രാൻസ്ഫോമർ. നമുക്കറിയാം വോൾട്ടേജിനെ കൂട്ടാനും കുറയ്ക്കാനാണ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. നമുക്ക് പ്രൈമറി ടേൺസിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ കറണ്ടിനെ നമുക്ക് വേരി ചെയ്യാൻ പറ്റും. 11ാമത്തെ ക്വസ്റ്റ്യൻ, വെൽഡിംഗ് മഗ്നീഷ്യം ഇൻ
ടിഗ് ആർക്ക് വെൽഡിംഗ് യൂസസ് വിച്ച് ടെക്നിക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടങ്സ്റ്റൻ ഇനർട്ട് ഗ്യാസ് വെൽഡിങ് യൂസ് ചെയ്തിട്ട് മഗ്നീഷ്യത്തെ വെൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് DC വിത്ത് റിവേഴ്സ് പൊളാരിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് DC വിത്ത് റിവേഴ്സ് പൊളാരിറ്റി? ഇതിൽ റിവേഴ്സ് പൊളാരിറ്റിയിൽ ഇലക്ട്രോഡ് പോസിറ്റീവും വർക്ക് പീസ് നെഗറ്റീവിലേക്കും ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതിനെയാണ് DC വിത്ത് റിവേഴ്സ് പൊളാരിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ കോപ്പറാണ് വെൽഡ് ചെയ്യുന്നതെങ്കിൽ ടിഗ് വെച്ചെങ്കിൽ DC വിത്ത് സ്ട്രെയിറ്റ് പൊളാരിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഓക്സി അസലീൻ ഫ്ലെയിം ടെമ്പറേച്ചർ ഈസ് അബൌട്ട്. ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 3200 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ഗ്യാസ് വെൽഡിംഗ് പ്രഷർ ഡിസൈൻ അറ്റ് ദി വെൽഡിംഗ് ടോർച്ച് ഫോർ അസലീൻ ഈസ് അബൌട്ട്. അത് നമ്മൾ അസലീൻ്റെ പ്രഷർ എന്ന് പറയുന്നത് 7 to 103 kN/m² ആണ്. 14th ക്വസ്റ്റ്യൻ, സ്പോട്ട് വെൽഡിംഗ് യൂസ്ഡ് ഫോർ വെൽഡിംഗ്. സ്പോട്ട് വെൽഡിംഗ് നമ്മൾ എന്ത് ടൈപ്പ് മെറ്റീരിയൽസിനെ വെൽഡ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ലാബ് ജോയിൻസിനെ വെൽഡ് ചെയ്യാനായിട്ടാണ് സ്പോട്ട് വെൽഡിംഗ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തിക്നെസ് വേരി ചെയ്യുന്നത് 0.25 mm മുതൽ 1.5 mm വരെ ആയിരിക്കും അതിൻ്റെ തിക്നെസ് വേരി ചെയ്യുന്നുണ്ടാവും. 15th ക്വസ്റ്റ്യൻ, തെർമിറ്റ് വെൽഡിംഗ് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ. തെർമിറ്റ് വെൽഡിംഗ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. തെർമിറ്റ് വെൽഡിംഗ് ഒരു ഫ്യൂഷൻ വെൽഡിംഗ് ആണ്, നോൺ പ്രഷർ വെൽഡിംഗ് പ്രോസസ്സാണ്. ഇത് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് റെയിൽവേ ട്രാക്കുകളിലാണ്. ജോയിനിങ് റെയിൽസ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അടുത്തൊരു 16th ക്വസ്റ്റ്യൻ ആണ്, ഫോർ ഹാൻഡ് വെൽഡിങ്ങിൻ്റെ വേറൊരു പേര്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഫോർ ഹാൻഡ് വെൽഡിങ് ലെഫ്റ്റ് വേർഡ് ടെക്നിക്ക് നമ്മൾ പറയാറുണ്ട്, അത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. തെർമിറ്റ് വെൽഡിംഗ് യൂസ്ഡ് ഇൻ തെർമിറ്റ് വെൽഡിംഗ് ഈസ് എ മിക്സ്ചർ ഓഫ്. ഈ തെർമിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തിൻ്റെ മിക്സ്ചറാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെർമിറ്റ് വെൽഡിങ്ങിൽ തെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് അയൺ ഓക്സൈഡ് ആൻഡ് അലൂമിനിയം. 3:1 റേഷ്യോയിലായിരിക്കും അയൺ ഓക്സൈഡും അലൂമിനിയം ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ഫ്ലക്സ് കോമൺലി യൂസ്ഡ് ഇൻ ബ്രേസിംഗ്. ബ്രേസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു ഹാർഡ് സോൾഡറിങ് മെത്തേഡാണ്. ഇതിൽ ഫ്ലക്സ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബൊറാക്സ് ആണ്. ലാബ് ജോയിൻസ് ആർ എംപ്ലോയിഡ് ഓൺ പ്ലേസ് ഹാവിങ് തിക്നെസ്. ലാബ് ജോയിൻസ് എവിടെയാണ് കൊടുത്തിട്ടുണ്ടാവുക? അതിൻ്റെ തിക്നെസ് എത്രയായിരിക്കും? <<3 mm ആയിരിക്കും. ലാബ് ജോയിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലേറ്റ് തിക്നെസ് <3 mm ഉള്ള കേസിലാണ്. സീം വെൽഡിംഗ് ഈസ് ബെസ്റ്റ് അഡോപ്റ്റഡ് ഫോർ മെറ്റൽ തിക്നെസ് റേഞ്ചിങ് ഫ്രം. സീം വെൽഡിംഗ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നതാണ്. അത് 0.25 mm മുതൽ 3 mm വരെയാണ് സീം വെൽഡിംഗ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്, 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ന്യൂട്രൽ ഫ്ലെയിം ഈസ് യൂസ് ടു വെൽഡ്. ന്യൂട്രൽ ഫ്ലെയിമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന വെൽഡിംഗ് ഫ്ലെയിം. അതെവിടെയാണ്, എന്ത് ടൈപ്പ് മെറ്റീരിയൽസിനെ വെൽഡ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റീല്, കാസ്റ്റ് അയൺ, കോപ്പർ, ഇതൊക്കെ വെൽഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ന്യൂട്രൽ ഫ്ലെയിം യൂസ് ചെയ്യുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യൻ, കൺസ്യൂമബിൾ ഇലക്ട്രോഡ് യൂസ്ഡ് ഇൻ. മിഗ് വെൽഡിംഗ് ആണ്. മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യൻ, അലൂമിനിയം ഈസ് വെൽഡഡ് യൂസിങ്. അലൂമിനിയം വെൽഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ഓക്സിഡേഷൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അലൂമിനിയം വെൽഡ് ചെയ്യുന്നത് ഒരു പ്രത്യേക മെത്തേഡാണ്. അത് നമ്മൾ ടിഗ് വെൽഡിങ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ് വിത്ത് AC ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. DC സോഴ്സ് അല്ല, AC പവർ സോഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ലിൻഡേ വെൽഡിംഗ് യൂസസ്. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് കാർബറൈസിങ് ഫ്ലെയിം ആൻഡ് റൈറ്റ് വേർഡ് ടെക്നിക്കാണ്. കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസറ്റ്ലീൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. കാർബറൈസിങ് ഫ്ലെയിം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹാർഡ് സർഫസിങ് മെറ്റീരിയൽസ്. ലിൻഡേ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് ഒരു വെൽഡിംഗ് പ്രോസസ്സാണ്. റൈറ്റ് വേർഡ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. 25th ക്വസ്റ്റ്യൻ, വെൽഡിംഗ് പ്രോസസ് യൂസ്ഡ് ഇൻ ജോയിനിങ് മൈൽഡ് സ്റ്റീൽ ഷാങ്ക് ടു ഹൈ സ്പീഡ് ഡ്രിൽ ഈസ്.
അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫ്ലാഷ് ബട്ട് വെൽഡിംഗ് ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ, കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ സിലിണ്ടർ അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7 m³ ആണ് അതിൻ്റെ ആൻസർ. 27th ക്വസ്റ്റ്യൻ, പ്രഷർ റേഞ്ച് ഓഫ് ഓക്സിജൻ സിലിണ്ടർ. അസലീൻ സിലിണ്ടറിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓക്സിജൻ സിലിണ്ടറിൻ്റെ പ്രഷർ റേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. 120 to 150 kg/cm² ആയിരിക്കും. 28th ക്വസ്റ്റ്യൻ, കപ്പാസിറ്റി ഓഫ് അസലീൻ സിലിണ്ടർ ഇറ്റ്സ് ആക്ച്വലി വേരീസ് ഇൻ ബിറ്റ് ഇറ്റ്സ് ആക്ച്വലി ഫിക്സ്ഡ് വാല്യൂ, ദാറ്റ് ഈസ് 6 m³ ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അസലീൻ സിലിണ്ടറിൻ്റെ. വേറെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയേണ്ടത്, ഈ ഓക്സിജൻ സിലിണ്ടർ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലും അസലീൻ സിലിണ്ടർ എന്ന് പറയുന്നത് മെറൂൺ കളറിലായിരിക്കും പെയിൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. 29th ക്വസ്റ്റ്യൻ, പ്രഷർ റേഞ്ച് ഓഫ് അസലീൻ സിലിണ്ടർ വളരെ കുറവാണ്, 15 to 16 kg/cm² ആണ്. 30th ക്വസ്റ്റ്യൻ, ദ കളർ ഓഫ് ഓക്സിജൻ സിലിണ്ടർ. ഞാൻ ഓൾറെഡി പറഞ്ഞു ബ്ലാക്ക് കളറാണ്. കളർ ഓഫ് അസലീൻ സിലിണ്ടർ എന്ന് പറയുന്നത് മെറൂൺ കളറാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമ്മൾ അറൗണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. വെൽഡിംഗ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന അപ്കമിങ് എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി തുടർന്ന് വരുന്ന വീഡിയോസിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യുക വീഡിയോ. ഓക്കെ, താങ്ക് യു.